ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് താരം കുറയ്ക്കാൻ വേണ്ടി കുറേ യൂസ് ചെയ്ത ഡോക്ടർ, പക്ഷേ കുറയുന്നില്ല. ഇങ്ങനെ കുറേ പേഷ്യൻസ് ഡോക്ടറിന് വന്നിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക? ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി അതിൻ്റെ ആ മെഡിക്കൽ സാധനങ്ങൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഡാൻഡ്രഫായിട്ട് വരുന്ന പേഷ്യൻസ് ഒന്നല്ലെങ്കിൽ കീറ്റോകോണസോൾ ഷാംപൂസ് അല്ലെങ്കിൽ സൈക്ലോപെർലോക്സമിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റുള്ള ഷാംപൂസാണ് കൊടുക്കുന്നത്. ഈ ഡാൻഡ്രഫ് തന്നെ പലതരമുണ്ട്. അപ്പോൾ അത് അസസ് ചെയ്തിട്ട് ചിലർക്ക് ഭയങ്കര കട്ടയുള്ള ഫ്ലേക്സ് പോലെ വരുന്ന ഡാൻഡ്രഫൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നമുക്ക് കോൾട്ടാറുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ആൻറ്റി ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂസ് ഭയങ്കര സ്ട്രോങ്ങും ആണ്, ഹെയർ ഡാമേജും ഉണ്ടാക്കും. അത് അതിൻ്റെ റിസൾട്ട്സ് തരണം എന്നില്ല. ആ ഒരു ദിവസത്തേക്ക് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാം, അതിൽ കൂടുതൽ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ നോക്കി വാങ്ങിക്കുമ്പോൾ ശരിക്കും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് കണ്ടൻറ്റ് ഉള്ള ഷാംപൂ നോക്കി വാങ്ങിക്കണം. അത് പ്രോപ്പർ യൂസേജും വേണം. ജസ്റ്റ് അത് വാങ്ങിച്ചു എന്ന് വെച്ച കാര്യമില്ല. പ്രോപ്പറായിട്ട് യൂസേജ് ഇപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്ത് അത് സ്കാൽപ്പിൽ വെച്ച് ഒരു 5 to 10 minutes വെച്ച് അതിന് മെഡിസിൻ ആക്ട് ചെയ്യുന്ന ടൈം കൊടുത്തിട്ട് എന്നിട്ട് വാഷ് ഓഫ് ചെയ്യുക. അങ്ങനെ വീക്ക്ലി ട്വൈസ്. അതുപോലെ തന്നെ അബ്രപ്റ്റായിട്ട് നിർത്തുക. ഇതൊക്കെയാണ് യൂഷ്വലി മെയിൻ റീസൺസ് ഇത് മാറാതെ നിൽക്കുന്നതിൻ്റെ.